ഹലോ. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു ഡേ അറ്റ് വർക്ക് റീല് പോസ്റ്റ് ചെയ്തപ്പോ എനിക്ക് കുറെ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ദുബായിൽ എങ്ങനെയാണ് IT ജോബ് കിട്ടിയത്, എന്തൊക്കെ കാര്യങ്ങള് ആണ് നോട്ടീസ് ചെയ്യേണ്ടത്, എന്തെങ്കിലും ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ടോ, എങ്ങനെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കിട്ടുക, അങ്ങനത്തെ ഒക്കെ. അപ്പോ ഇന്നത്തെ വീഡിയോ അതിനെ കുറിച്ചാണ്. സോ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്, എന്തൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക ജോബ് ഷോർട്ട് ലിസ്റ്റ് ആയി കിട്ടാൻ വേണ്ടി. സോ അങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഈ വീഡിയോ. സോ യൂഷ്വലി എല്ലാവരും പറയുന്ന പോലെ നമുക്കൊരു ഇന്റർവ്യൂ കോള് കിട്ടാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ CV തന്നെയാണ്. മോസ്റ്റ്ലി എല്ലാ കമ്പനീസും ഇപ്പം ATS ആണ് യൂസ് ചെയ്യുന്നത്. സോ ATS ആകുമ്പോൾ നമ്മള് അപ്ലൈ ചെയ്ത ജോബ് റോള് എന്താണോ അതിന് മാച്ച് ആയിട്ടുള്ള കീവേഡ് നമ്മുടെ CV-യിൽ ഉണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത്. സോ IT എന്ന് വെച്ചാൽ ഒരുപാട് ജോബ് റോൾസ് വരുന്ന ഒരു വാസ്റ്റ് ഏരിയ ആണ്. IT-ൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം എന്റെ കേസ് പറയുകയാണെങ്കിൽ ഞാനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണ്. സോ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഫ്രണ്ട് എൻഡ്, ബാക്ക് എൻഡ്, ഫുൾ സ്റ്റാക്ക് ആൻഡ് അനദർ ഏരിയ QA, പ്രോജക്ട് മാനേജ്മെന്റ്, ഡാറ്റാ ബേസ് അഡ്മിനിസ്ട്രേഷൻ, IT സപ്പോർട്ട്, അങ്ങനെ ഒരുപാട് റോൾസ് വരുന്നത് ഒരു ഏരിയ ആണ് IT എന്ന് പറയുന്നത്. സോ നമ്മൾ ഓരോ ആൾക്കാരും ഡിഫറെന്റ് ഏരിയാസിലായിരിക്കും നമുക്ക് സ്പെസിഫിക്കേഷൻ ഉണ്ടാവുക. ഡിഫറെന്റ് ഏരിയാസിലായിരിക്കും നമുക്ക് നമ്മുടെ സ്കിൽ സെറ്റ് മാച്ച് ആവുന്നത്. സോ ഏത് ഏരിയയിലാണോ നമ്മുടെ സ്കിൽ സെറ്റ് മാച്ച് ആവുന്ന അതിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ മേജർ ജോബ് പോർട്ടൽസ് ആയിട്ടുള്ള ലിങ്ക്ഡിൻ, ഇൻഡീഡ്, ടെലിഗൾഫ്, അങ്ങനെയൊക്കെയുള്ള ജോബ് പോർട്ടൽസിൽ സെർച്ച് ചെയ്ത് അതിന് മാച്ച് ആവുന്ന അല്ലെങ്കിൽ അതിന് സ്യൂട്ടബിൾ ആവുന്ന ഒരു CV നമ്മൾ ക്രിയേറ്റ് ചെയ്യലാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദുബായിലെ ജോബ് മാർക്കറ്റിൽ ഓൺ ഡിമാൻഡ് ആയിട്ടുള്ള സ്കിൽസ് ആണ് പൈത്തൺ, ജാവ, റിയാക്ട്, AWS, കുബർനെറ്റ്സ്, ദെൻ ഡാറ്റ അനാലിസിസ്, ഡാറ്റ സയൻസ്, മെഷീൻ ലേണിംഗ്, AI. സോ ഇങ്ങനത്തെ ഒക്കെ. സോ നമുക്ക് ഏതിലാണോ സ്പെഷ്യലൈസേഷൻ ഉള്ളത് അത് നമ്മൾ CV-യിൽ സ്കിൽസ് മെയിൻ ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ മെൻഷൻ ചെയ്യുക. പിന്നെ ഇവിടുത്തെ ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് IT കമ്പനീസിലാണ് കൂടുതലും ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. ബാക്കിയുള്ള ഇൻഡസ്ട്രീസിലൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് ലെസ് ആണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇൻഡസ്ട്രി ഏതാണെങ്കിലും ഒട്ടുമിക്ക ഇൻഡസ്ട്രിയിലും IT-ക്ക് സെപ്പറേറ്റ്, IT ആൻഡ് മാർക്കറ്റിംഗിനൊക്കെ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. സോ ഇവിടെ ഇൻഡസ്ട്രി ഒരു ചാലഞ്ച് അല്ല. ഏത് ഇൻഡസ്ട്രിയിലും നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ദെൻ മേജർ കമ്പനീസ് ലൈക്ക് മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, IBM, ഒറാക്കിൾ എല്ലാം ഇവിടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇൻഡീഡില് ഓർ ലിങ്ക്ഡിനില് നമ്മളൊരു പോസ്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് അവരുടെ അടുത്ത് നിന്ന് ഹിയർ ബാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് അവർക്ക് ഒരു മെസ്സേജ് അയക്കാവുന്നതാണ്. ജസ്റ്റ് ഒരു ഷോർട്ട് ബയോ എന്താന്ന് വെച്ചാൽ നമ്മുടെ സ്കിൽസും നമ്മുടെ എക്സ്പീരിയൻസും സ്പെസിഫൈ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ജോബ് റോളിന് എത്രത്തോളം സ്യൂട്ടബിൾ ആണെന്ന് മെൻഷൻ ചെയ്യുന്ന രീതിയിൽ ഒരു ഷോർട്ട് ബയോ അവർക്ക് HR-ന് സെൻഡ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് അവരെ ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ചാലും നമുക്ക് ഇന്റർവ്യൂസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. ആൻഡ് ഇന്റർവ്യൂ മോസ്റ്റ്ലി 4 റൗണ്ട്സ് ഇന്റർവ്യൂ ഉണ്ടാവും. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കമ്പനി സ്റ്റിൽ. ബട്ട് ടെക്നിക്കൽ റൗണ്ട്, ദെൻ മെഷീൻ ടെസ്റ്റ്, ദെൻ പ്രോജക്ട് പ്രസന്റേഷൻ, HR, അങ്ങനെ 4 റൗണ്ട്സ് ഇന്റർവ്യൂ ആണ് മോസ്റ്റ്ലി ഉണ്ടാവുന്നത്. സോ വെൽ പ്രിപ്പയർഡ് ആയിരിക്കും. ഏതാണോ സ്റ്റാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ സ്റ്റാക്കില് നമ്മള് ചെയ്ത ഏറ്റവും ബെസ്റ്റ് പ്രോജക്റ്റ്, ഇൻഡസ്ട്രി പ്രോജക്ട്സ്, ഒരു 2-3 പ്രോജക്റ്റ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ GitHub-ൽ അപ്ലോഡ് ചെയ്തതിനു ശേഷം അതിന്റെ ലിങ്ക് മെൻഷൻ ചെയ്യുക. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ചില കമ്പനീസ് നിങ്ങൾ ചെയ്ത കോഡൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. സോ നിങ്ങൾ പ്രോജക്ട് ഡെമോൺസ്ട്രേഷന് റൗണ്ടിൽ പോവുകയാണെങ്കിൽ ജസ്റ്റ് മേക്ക് ഷുവർ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആണ് കാണിക്കുന്നത് എന്നുള്ളത്. നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക അപ്പാർട്ട് ഫ്രം ദ CV. ഈ പ്രോജക്റ്റ് നമ്മൾ GitHub ലിങ്ക് ഒക്കെ മെൻഷൻ ചെയ്യും. മീൻസ് ഫ്രഷേഴ്സ് ഒക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഫ്രെയിംവർക്ക് ലെവലിൽ ചെയ്ത പ്രോജക്ട്സ് മെൻഷൻ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. പിന്നെ പോർട്ട്ഫോളിയോ, നമ്മൾ ചെയ്ത ബെസ്റ്റ് പ്രോജക്ട്സിന്റെ ബെസ്റ്റ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു പോർട്ട്ഫോളിയോ ലിങ്കും കൂടെ മെൻഷൻ ചെയ്യുക CV-യിൽ. സോ ഇത്രയും ചെയ്താൽ തന്നെ പിന്നെ നോട്ടീസ് ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാല് നമ്മള്
കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഒന്നോ രണ്ടോ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് അത് സ്റ്റോപ്പ് ചെയ്യാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ എവറിബഡി ഹു സീക്സ് ജോബ് ഇൻ IT. ബൈ ബൈ.